ദൈവത്തിൻ്റെ വികൃതികൾ എന്നാണ് എം മുകുന്ദൻ ഒരു കൃതിക്ക് പേരിട്ടിരിക്കുന്നത്. ആഹാ, ദൈവത്തിന് വികൃതി എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് കുഴപ്പത്തിലാക്കാമായിരുന്നല്ലോ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് വയലാർ എഴുതിയതുപോലെ ഇനി ഈ സമയത്ത് എഴുതിയാലും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് എഴുതി അങ്ങനെ ദൈവത്തെ വിമർശിച്ചു എന്ന് പറയാം. ഇതിനേക്കാളൊക്കെ കുറച്ച് കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയും മുണ്ടശ്ശേരി മാഷിനെയും എല്ലാം കഥാപാത്രങ്ങളാക്കി നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലാണ് ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും. ഇപ്പോൾ ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ 1967 എഴുതിയതാണ്, അന്ന് ആ പേരിട്ടിരുന്നു. ഈ പേര് ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ മതം, എല്ലാത്തിനും അപ്പുറത്തും മതവും മതത്തിൻ്റെ യുക്തികളും ആ പറയുന്ന യുക്തിരാഹിത്യവും ഒക്കെ ഭരിക്കുന്ന ഒരു ചിന്ത അത് ആരുടെ തലയിൽ വരുന്നോ അവിടെയെല്ലാം ഈ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കാര്യം തന്നെ എടുക്കാം. എന്താണ് മുഹമ്മദ് എന്നുള്ള പേര്? ആ ചോദ്യ പേപ്പറിൽ ഒരു പേരാണ്, പേര് മാത്രമാണ്. ഏത് മുഹമ്മദാണത്? ഒരു മുഹമ്മദ്. ആ മുഹമ്മദ് എന്നുള്ള പേര് വന്നല്ലോ, അപ്പോൾ കൈവെട്ടിയേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ആ എത്തിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബുദ്ധിയും യുക്തിയുമാണ് ഈ പറയുന്ന സെൻസർ ബോർഡിൽ ഇരിക്കുന്നതിനും ഉള്ളത്.